ജെന്റിൽമെൻ ബോയ്സ് ആൻഡ് ഗേൾസ് പ്ലാറ്റ്ഫോംസ് എൻ്റെ പുത്തൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. 2024 ആദ്യത്തെ യാത്രയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഞാനിപ്പോൾ എവിടെയാണ് നിൽക്കുന്നത് എന്നുള്ളൊരു ചോദ്യം നിങ്ങൾക്ക് എല്ലാവരുടെയും മനസ്സിലുണ്ടാവും. ഞാനിപ്പോൾ നിൽക്കുന്നത് ഇവിടെയാണ്, അതായത് നമ്മുടെ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഞാനിപ്പോൾ പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് ഞാനൊരു പുതിയ യാത്ര തുടങ്ങുകയാണ്. പാലക്കാട് ജംഗ്ഷനിൽ നിന്ന് നമ്മൾ ചെന്നൈയിലേക്കാണ് പോകുന്നത്. വിത്ത് ഫാമിലിയാണ്. കാര്യം ഒന്ന്, കുറച്ച് ഫാമിലി റീസൺസും ഉണ്ട്. രണ്ടാമത്തത്, ആദ്യത്തെ യാത്ര സോളോ പോകണ്ട എന്ന് എനിക്ക് തോന്നി. കാര്യം ഒരു ചെറിയൊരു ഹോസ്പിറ്റലൈസേഷനും മറ്റും ആവശ്യം വന്നിരുന്നു. അപ്പോൾ ആരോഗ്യത്തിന് അതിൻ്റേതായ ചില പ്രശ്നങ്ങൾ ഒക്കെ ഉണ്ടായിരുന്നു. അത് വിട്ടുമാറി വരുന്നതേ ഉള്ളൂ. നമ്മൾ പൂർണ്ണമായിട്ടും ആരോഗ്യവാനാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതൊരു ഒഫീഷ്യൽ ആവശ്യത്തിന് വേണ്ടിയാണ് യാത്ര. അതിൻ്റെ കൂട്ടത്തിൽ കുറച്ച് ഫാമിലി കാരണങ്ങളും കൂടി കുത്തിക്കയറ്റി. അപ്പോൾ നമ്മൾ പാലക്കാട് ജംഗ്ഷൻ റെയിൽവേ സ്റ്റേഷനിലാണ്. സ്റ്റേഷൻ്റെ ഉള്ളിലേക്ക് പോവാണ്. നമുക്ക് ബാക്കി വിശേഷങ്ങൾ സ്റ്റേഷനുള്ളിൽ പോയിട്ട് വരാം. സ്റ്റേഷന് പുറത്തുള്ള വിഷ്വൽസ് നിങ്ങൾ ഒരുപാട് കണ്ടിട്ടുണ്ട്. പിന്നെ ഒരുപാട് മഞ്ഞ് കൊള്ളാൻ വയ്യ. അതുകൊണ്ട് ഞാൻ സ്റ്റേഷന് പുറത്തുള്ള ഒരുപാട് വിഷ്വൽസ് എടുക്കുന്നില്ല. ഞാൻ നേരെ ഉള്ളിലേക്ക് പോട്ടെ കേട്ടോ. അപ്പോൾ ഞാൻ ജസ്റ്റ് പാലക്കാട് സ്റ്റേഷന് ഉള്ളിലേക്ക് കയറി വന്നു. അവിടുത്തെ ബോർഡിൽ നമ്മുടെ ട്രെയിനിൻ്റെ ഡീറ്റെയിൽസ്, കോച്ച് പൊസിഷനൊക്കെ ഉണ്ട്. നമ്മളിന്ന് പോകുന്നത് 22208 ചെന്നൈ AC സൂപ്പർ ഫാസ്റ്റാണ്. അപ്പോൾ 22208 ആണ് നമ്മുടെ വണ്ടി. നമ്മളിന്ന് B2ലാണ്. അപ്പോൾ B2 ആറാമത്തെ കോച്ചിലാണ്. ഓൺ ടൈം വരും. പ്ലാറ്റ്ഫോം നമ്പർ 4 വരുന്നതാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഉള്ളിലോട്ട് പോകാം. നമ്മൾ ജസ്റ്റ് പ്ലാറ്റ്ഫോം 1 കയറി ഇവിടെ തിരുച്ചെന്തൂർ എക്സ്പ്രസ് കിടക്കുന്നുണ്ട്. നമുക്ക് പ്ലാറ്റ്ഫോം 4 പോകാം. 4 നിന്ന് നമ്മുടെ വണ്ടി പോകാം. അപ്പോൾ അങ്ങനെ പ്ലാറ്റ്ഫോം നമ്പർ 4 ഇവിടെ കിടക്കുന്നത് ഇപ്പോൾ തിരുവനന്തപുരം MGR ചെന്നൈ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് ആണ്. 12696 ആണ് ഇവിടെ കിടക്കുന്നത്. അത് പുറപ്പെട്ടിട്ടില്ല. അത് പ്ലാറ്റ്ഫോം നമ്പർ 4 കിടക്കുന്നുണ്ട്. ഇതാണ് വണ്ടി. ഈ വണ്ടിയിൽ നിന്നും ഓപ്പോസിറ്റിലൊക്കെ നമ്മൾ കുറച്ച് വീഡിയോസിന് മുമ്പ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതിവിടെ നിൽക്കുന്നേ ഉള്ളൂ. മീൻവൈൽ പ്ലാറ്റ്ഫോം നമ്പർ 2 30577 റോയപ്പുരം കയറി വരുന്നുണ്ട്. 12685 ചെന്നൈ സെൻട്രൽ മാംഗ്ലൂർ സെൻട്രൽ സൂപ്പർ ഫാസ്റ്റ്. അത് ഇവിടുന്ന് 12695 ഉണ്ടായിരുന്നു, പുറപ്പെട്ടു പോയി. അവിടെ വേറൊരു ഫ്ലൈറ്റ് കയറി വരികയും ചെയ്തു ആ ഗ്യാപ്പിൽ. Train number 22208 തിരുവനന്തപുരം പുരട്ചി തലൈവർ ഡോക്ടർ M.D. രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ AC സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് will arrive shortly on platform number 4. നമ്മുടെ വണ്ടി പ്ലാറ്റ്ഫോം നമ്പർ 4 വരുന്ന അനൗൺസ്മെൻറ്റ് വന്നു. വരുന്നത് 16381 പൂനെ കന്യാകുമാരി എക്സ്പ്രസ് ആണ്. പ്ലാറ്റ്ഫോം നമ്പർ 2 എടുത്തിരിക്കുന്നത്. അപ്പോൾ 3 വഴി ആരും ഓവർടേക്ക് ചെയ്യാൻ പോകുന്നു. 37485 EDLS ഈറോഡ് ഷെഡില്ല. 37485 ഫ്രം ED റോഡാണത്. ഇവിടെ ഒരു G7 തിരിഞ്ഞ് കിടക്കുന്നുണ്ട്. 27570. ഷെഡിൻ്റെ പേര് മനസ്സിലാവുന്നില്ല. ജാസി. നമ്മുടെ ട്രെയിൻ ഔട്ടറിൽ എത്തിയെന്നാണ് വേറസ്മേ ട്രെയിൻ കാണിക്കുന്നത്. പക്ഷേ ഇവിടുന്ന് ട്രെയിൻ എന്തായാലും കാണാനില്ല. അപ്പം നമ്മുടെ വണ്ടി എത്തി. ഇതാണ് നമ്മുടെ വണ്ടി. 39124 റോയപുരത്തിൻ്റെ. ഇതാണ് നമ്മുടെ വണ്ടി AC സൂപ്പർ ഫാസ്റ്റ്. ആദ്യത്തെ കോച്ച് ഫുള്ള് ഫസ്റ്റ് AC ആണ്. നമ്മുടെ കോച്ച് B2 ആണ്. 6th കോച്ചാണ് പറഞ്ഞിരിക്കുന്നത്. ട്രെയിൻ ഇന്നലെ വന്നിരിക്കട്ടെ. അപ്പോൾ ഇന്ന് നമുക്ക് വന്നിരിക്കുന്ന ഒരു ഹംസഫർ കോച്ചാണ്. ബാക്കിയെല്ലാം റെഡ് കോച്ചസാണ്. ഇത് മാത്രം ഹംസഫറാണ്. ഹംസഫറെങ്കിൽ ഹംസഫർ. ഇതാണ് നമ്മുടെ കോച്ച്. 199491C B2ലാണ്. അപ്പോൾ അമ്മയും മോളും കയറുന്നു. നമുക്ക് കയറിയേക്കാം. ട്രെയിൻ മോറോർലെസ് കാലിയാണ്. മിക്കവാറും എല്ലാ സ്ഥലത്തെയും കോച്ചുകൾ കാലിയാണ്. അവിടെയാണ്. അങ്ങനെ സമയം 1:21 നമ്മുടെ ഡിപ്പാർച്ചർ ടൈമായി. നമ്മുടെ സിഗ്നൽ കാണാം. നമ്മുടെ സിഗ്നൽ ഓൾറെഡി പച്ചയാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു വണ്ടി വരുന്നുണ്ട്. മിക്കവാറും അത് മൈസൂർ കൊച്ചുവേളി എക്സ്പ്രസ് ആവാനാണ് സാധ്യത. നമ്മുടെ കോച്ച് എന്ന് പറയുന്നത് ഇതാണ്. മോഡേൺ കോച്ച് ഫാക്ടറി റായ്ബറേലിൽ നിർമ്മിച്ച കോച്ചാണ്. ഡിസംബർ 2019 199491C ആണ് നമ്മുടെ കോച്ച്. ഈ കോച്ചാണ് നമ്മുടെ യാത്ര. ക്ലിയർ ആണോ എന്നറിയില്ല. നമ്മുടെ ഡിപ്പാർച്ചർ ആയിട്ടില്ല ഇതുവരെ. സാധാരണ ഹംസഫർ കോച്ചാണ്. ഇതിന് മുമ്പത്തെ ഒരു വീഡിയോ കാണിച്ച പോലെ തന്നെ ഇതിനകത്ത് ഓവനും അതൊക്കെ ഉണ്ട്. ഇവിടെ നിറച്ച് സാധനങ്ങളൊക്കെ അവർ സ്റ്റോർ ചെയ്തിരിക്കുകയാണ്.
അപ്പോൾ അങ്ങനെ പാലക്കാട് നമ്മൾ പുറപ്പെട്ടു. ഒരല്പം ലേറ്റാണ്, ഇപ്പോൾ സമയം 1:24, 4 മിനിറ്റ് ലേറ്റാണ്. അപ്പോൾ ഇനി ഒരുപാട് വിഷ്വൽസ് ഒന്നും കാണിക്കാൻ ഉദ്ദേശിക്കുന്നില്ല. ഞാൻ കിടന്ന് ഉറങ്ങും, കാരണം നല്ല ഉറക്കക്ഷീണമുണ്ട്. ഇനിയിപ്പോൾ ഉറങ്ങിയിട്ട് ഏകദേശം ഒരു ജോലാർപേട്ടയ്ക്ക് ആകുമ്പോഴേക്ക് എണീക്കാൻ പറ്റുകയാണെങ്കിൽ നമുക്ക് അവിടെ മുതൽ അങ്ങോട്ടുള്ള വിഷ്വൽസ് കാണിക്കാം എന്നാണ് എൻ്റെ പ്ലാൻ. എന്തായാലും നിങ്ങൾ ഈ റൂട്ടിലത്തെ വിഷ്വൽസ് വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇനിയിപ്പോൾ കണ്ടിട്ടുള്ളതാണ്. പാലക്കാട് ചെന്നൈ റൂട്ടിൽ ഇനിയിപ്പോൾ കാര്യമായിട്ട് അങ്ങനെ കാണിക്കാൻ വിഷ്വൽസ് പുതിയതായിട്ടൊന്നുമില്ല, എല്ലാം നിങ്ങൾ കണ്ടിട്ടുള്ള വിഷ്വൽസാണ്. AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിലെ യാത്ര എക്സ്പീരിയൻസ് എങ്ങനെ ഉണ്ടെന്നുള്ളതും ഇതിൻ്റെ ഫുഡ് എങ്ങനെ ഉണ്ടെന്നുള്ളതൊക്കെ ഞാൻ തീർച്ചയായിട്ടും കാണിച്ചു തരാം. ഇതായിരുന്നു പാലക്കാട്. നമ്മുടെ തൊട്ട് പുറകെ കാരേക്കാൽ എക്സ്പ്രസ് വരുന്നുണ്ട്, അതിനുള്ള തിരക്കാണ് ഈ കാണുന്നത്. അതാണ് കാരേക്കാൽ എക്സ്പ്രസ്. അപ്പോൾ പിന്നെ ബാക്കി കാര്യങ്ങൾ ഇനി നേരം വെളുത്തിട്ട് കാണാം. നമ്മുടെ ബെഡ്റോൾ കിറ്റിൽ എന്തൊക്കെയുള്ള ബെഡ്റോൾ കിറ്റിൽ ബെഡ്ഷീറ്റ് ഉണ്ട്, 2 ബെഡ്ഷീറ്റ് ഉണ്ട്, ചെന്നൈ ഡിവിഷൻ്റെ ഇതൊക്കെ ചെയ്തിട്ടുള്ള. പിന്നെ പില്ലോ, പിന്നെ ഒരു ബ്ലാങ്കറ്റ്. ഇതൊക്കെയാണ് നമ്മുടെ ബെഡ്ഷീറ്റിലുള്ളത്. ഗുഡ് മോർണിംഗ് ഫോക്സ്. നമ്മളിത് നേരം വെളുത്തുള്ളത് അവർ ജോലാർപേട്ട എത്തി. താഴെ കാണുന്ന ബാംഗ്ലൂർ എന്നുള്ള ലൈനും മുകളിൽ പോകുന്ന കണ്ടത് റൈറ്റ് സൈഡിലേക്കുള്ള ലൈനുമാണ്. ഇപ്പുറത്തെ മനോഹരമായ നമ്മുടെ മലകളുമൊക്കെ കാണാം. ഇപ്പുറത്തെ സൈഡിലതോ അവിടെ അപ്പുറത്ത് കാണുന്നതാണ് ഈ മുൾച്ചെടിക്ക്, ഈ കാണുന്ന മുൾച്ചെടിക്ക് തൊട്ടപ്പുറത്തെ സൈഡിലുള്ളതാണ് ഫ്രൈറ്റ് യാർഡ്. അപ്പോൾ അതിനകത്ത് ഫ്രൈറ്റൊന്നും കാണാനില്ല. എന്തായാലും ഇവിടെ മെയിൻ ലൈനിലൊരു ഫ്രൈറ്റ് നിൽക്കുന്നത് കണ്ടായിരുന്നു. നിൽക്കുകയല്ല, അതും പൊയ്ക്കൊണ്ടിരിക്കുക. അപ്പോൾ നമ്മളും ആ ഫ്ലൈറ്റും ഏകദേശം ഒരുമിച്ച് അങ്ങനെ ജോലാർപേട്ട സ്റ്റേഷനിലോട്ട് അല്ലെങ്കിൽ ജോലാർപേട്ട യാർഡിലോട്ട് കയറിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം നമ്മളങ്ങനെ ജോലാർപേട്ട ഹോം സിഗ്നലിൽ നിൽക്കുകയും ചെയ്തു. നമ്മൾ നേരത്തെ കണ്ട ഗുഡ്സ് അങ്ങ് പോവുകയും ചെയ്തു. ഓപ്പോസിറ്റ് ലൈനിൽ ഏതോ ഒരു ട്രെയിനുണ്ട്, ലൈറ്റ് കാണാം, പക്ഷെ അത് ഏത് ലൈനിലാണെന്ന് എനിക്ക് അങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ബറൗണി എറണാകുളം റപ്തിസാഗർ എക്സ്പ്രസ് ആണ്. കോച്ചുകളുടെ അവസ്ഥ ഒന്ന് കണ്ടു നോക്കുക. മണം സഹിക്കാൻ വയ്യ ഇവിടെ.
കാണുന്ന വലിയ കോംപ്ലക്സ് ആണ് യാർഡ്, ജോലാർപേട്ട യാർഡ്. അതിനകത്ത് മറ്റേ വാഗൺ മെയിൻ്റനൻസ് ഉള്ള ഫെസിലിറ്റികളും മറ്റും ഉണ്ട്. ഇവിടെ ഒരു വാഗ് 7 ഒരു പ്രൈവറ്റ് ലോക്ക് കൊണ്ട് നിൽക്കുന്നുണ്ടോ. NTPC ഉടമസ്ഥതയിലുള്ളൊരു ഡീസൽ ലോക്ക് വരുന്നത്. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ട സ്റ്റേഷനോട്ട് കയറി. സമയം ഇപ്പോൾ 6:45, 6:48. നമ്മൾ ജസ്റ്റ് ജോലാർപേട്ടയിലോട്ടെത്തി. വണ്ടി ഒരു അല്പം ലേറ്റാണെന്ന് തോന്നുന്നു. എൻ്റെ അറിവിൽ നമുക്കിവിടെ സ്റ്റോപ്പില്ല. നോക്കാം. സ്റ്റോപ്പില്ലായിരുന്നു, നമ്മൾ ജസ്റ്റ് റൺ ത്രൂ ചെയ്തേ ഉള്ളൂ. നേരം ജസ്റ്റ് വെളുത്ത് വരുന്നു. വിണ്ണമംഗലം സ്റ്റേഷൻ കഴിഞ്ഞു. പത്രം വന്നു. സേലത്തു നിന്ന് കിട്ടുന്ന നോബൽസാണ് കാലേ കതിർ. രാവിലത്തെ ബെട്ടി സവായി, ചൂടുവെള്ളം, ബിസ്ക്കറ്റ്, ചായയുടെ സാധനങ്ങൾ. ചായയുടെ സാധനങ്ങൾ എന്ന് പറയുന്നതിനകത്ത് പേപ്പറിൽ കുഞ്ഞാൻ വന്നിരിക്കുന്നത് ചായ സാമഗ്രി എന്ന് എഴുതിയ പൗച്ചിനകത്ത് ധോൾപൂർ ഫ്രഷ് ഡയറി ക്രീമർ, പിന്നെ ടീ ബാഗുണ്ട് വാഗ് ബക്രിയുടെ, അത് അതിനെ നമുക്ക് ചായക്കകത്ത് ഇട്ടേക്കാം, അവിടെ കിടക്കട്ടെ. പിന്നെ ഷുഗറുണ്ട്, ഇതൊക്കെയാണുള്ളത്. കൂടെ ക്രമിക്കയുടെ മാഗി ബിസ്ക്കറ്റ്, 2 ബിസ്ക്കറ്റ്. ജസ്റ്റ് ഗുഡിയാട്ടം സ്റ്റേഷനിലെത്തി. റൺത്രൂണ്, നിർത്തുന്നൊന്നുമില്ല. വന്ദേ ഭാരതൊന്നും അല്ലെങ്കിൽ വന്ദേ ഭാരതിൻ്റെ ഫുൾ ബാഡ്ജിങ് ആണ്. അപ്പം അങ്ങനെ ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് എത്തിക്കൊണ്ടിരിക്കുന്നു. കാട്ട്പാടി ജംഗ്ഷനിലോട്ട് എനിക്കൊന്നൊരു 10 മിനിറ്റ് വല്ലോട്ട് പോയിരിക്കുന്നു മാക്സിമം. ചായ പിടിച്ച് കൊണ്ടുവന്ന സമയത്ത് കറക്റ്റായിട്ട് വന്ദേ ഭാരത് ഓടിപ്പോയി. ഈ റൂട്ടിലെ ക്രോസിങ്സ് പിടിക്കാൻ ഇച്ചിരി പാടാണ്. കാരണം വെയിലിങ്ങനെയാണ്, മുഴുവൻ ദൂരം വെയിലിങ്ങനെ തന്നെ ആയിരിക്കും ഏകദേശം പണ്ടത്തെ വരെ. ഇപ്പോൾ ലത്തേരി എത്തി. ലത്തേരി കഴിഞ്ഞിട്ട് ഓർമ്മശ്ശേരി അടുത്ത സ്റ്റേഷൻ ഈ കാട്ട്പാടിയാണ്.
ഈ റൂട്ടിൽ നമുക്ക് ഈ സൈഡിൽ നിന്ന് വിഷ്വൽസ് ക്യാപ്ചർ ചെയ്യാനുള്ളത് നടക്കുള്ളൂ. കാരണം മറ്റേ സൈഡിൽ നിന്ന് വെയിൽ കറക്റ്റ് ലെൻസിലേക്കാണ്, മുഴുവൻ ക്യാമറയിലേക്കും വെയിലടിക്കും. ഒരു ടിപ്പിക്കൽ തമിഴ്നാട് കൺട്രി സൈഡാണ് ഈ കാണുന്നത്, ടിപ്പിക്കൽ തമിഴ്നാട് കൺട്രി സൈഡ്. അപ്പോൾ വലുതായിട്ട് പച്ചപ്പും ഒന്നുമില്ല, ഉള്ള പച്ചപ്പ് നമ്മൾ കാണുന്ന മുഴുവൻ മുൾച്ചെടിയാണ്. ഇതൊരു ശ്മശാനം ആയിരുന്നു എന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു, ആണെന്ന് തോന്നുന്നു. ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് കയറാൻ പോവാണ്. ഒരു അല്പം നേരത്തോട് നമ്മൾ കാട്ട്പാടി സ്റ്റേഷനിലെത്തും. നമുക്ക് കാട്ട്പാടി കഴിഞ്ഞാൽ പിന്നെ എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ നേരെ സെൻട്രലാണ്, പെരമ്പൂർ ഇല്ലെന്ന് തോന്നുന്നു. ഞാൻ അത്ര കൊണ്ട് ശ്രദ്ധിച്ച് നോക്കിയില്ല ടൈം ടേബിളിൽ. അപ്പോൾ ഈ AC സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ്സിൽ ഫുഡ് നമ്മൾ ടിക്കറ്റ് പ്രൈസിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. നമുക്കത് വേണമെങ്കിൽ ഓപ്റ്റ് ഔട്ട് ചെയ്യാം. അപ്പോൾ ഞങ്ങൾ രാത്രി പാലക്കാട് നിന്ന് കയറിയതുകൊണ്ട്, രാത്രി 1:20 പാലക്കാട് നിന്ന് കയറിയതുകൊണ്ട് ഞങ്ങളുടെ ഫുഡിനകത്ത്, ഞങ്ങളുടെ മീൻ ടിക്കറ്റിനകത്ത് ബേസിക്കലി ഒരു കുപ്പി വെള്ളവും രാവിലത്തെ ചായയും അതുപോലത്തെ ബ്രേക്ക്ഫാസ്റ്റുമാണ് അതിൽ ഇൻക്ലൂഡ് ചെയ്തിരിക്കുന്നത്. തിരുവനന്തപുരത്തു നിന്ന് എനിക്കൊന്ന് കൊല്ലം വരെ ഉള്ളവർക്ക് എനിക്ക് തോന്നുന്നു ഡിന്നറും കിട്ടുന്നു. അത് നമ്മുടെ ടിക്കറ്റിനുള്ള കോസ്റ്റ് ഇൻക്ലൂഡ് ചെയ്യും. നമുക്കത് ആവശ്യമില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ഫുഡിൻ്റെ ഓപ്ഷൻ അതവിടെ കാറ്ററിംഗ് ഓപ്ഷൻ്റെ അവിടെ നോ ഫുഡ് ഓപ്റ്റ് ചെയ്താൽ മതി. നമ്മളെന്തായാലും ഫുഡ് ഓപ്റ്റ് ചെയ്തു. അപ്പം നമ്മളിത് ജസ്റ്റ് കാട്ട്പാടിയിലോട്ട് എത്തുന്നു. അതിൻ്റെ ആദ്യത്തെ ലക്ഷണമാണ് ഈ റെയിൽവേ ട്രാക്ക്, റെയിൽ ഓവർ റെയിൽ ബ്രിഡ്ജ് കാണുന്നത്. അതെവിടെ കാണാം, ഇതൊരു റെയിൽ ഓവർ റെയിൽ ബ്രിഡ്ജാണ്. ഇത് വിഴുപ്പുറത്തേക്ക്, വെല്ലൂർ തിരുവണ്ണാമല വഴി വിഴുപ്പുറത്തേക്ക് പോകുന്ന റെയിൽവേ ലൈനാണ്. ഇതാണ് ബ്രിഡ്ജിൻ്റെ മറ്റേ സൈഡ്. ഈ സൈഡിൽ നോക്കിയാൽ കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഇത് കാട്ട്പാടിയിൽ നിന്ന് നേരെ വെല്ലൂർ കൻ്റോൺമെൻറ്റ്, തിരുവണ്ണാമലൈ, അങ്ങനെ നേരെ വിഴുപ്പുറം ജംഗ്ഷനിൽ പോയി കയറുന്ന ഒരു ലൈനാണ്. തിരുപ്പതിയിൽ നിന്ന് വരുന്ന ലൈനാണ്. തിരുപ്പതി പക്കാല, ചിറ്റൂർ, കാട്ട്പാടി അങ്ങനെ വന്നിട്ട് ഇതുവഴി പോകുന്ന ഒരു ലൈനാണ് ഈ കാണുന്നത്. നമ്മുടെ ഹോം സിഗ്നൽ റെഡാണ്, കാരണം നമ്മൾ അത്യാവശ്യം ബിഫോറാണ്. നമ്മളിവിടെ 7:45 തോന്നുന്ന ടൈമാണ്. 7:45 ബിഫോറൊന്നുമില്ല, കറക്റ്റ് ടൈമായി. അപ്പോൾ ഇപ്പുറത്തെ സൈഡിൽ വെയിൽ നേരെ കണ്ണിലേക്കാണ്. ഓപ്പോസിറ്റ് ലൈനിൽ ട്രെയിൻ വരുന്നുണ്ടോ എന്നൊരു സംശയം. കാര്യം ഇപ്പുറത്തെ സിഗ്നൽ പച്ചയാണ്, അതൊരു ഗേറ്റ് സിഗ്നലാണ്. അപ്പോൾ എന്തായാലും ഗേറ്റ് അടയേണ്ട സിഗ്നൽ പച്ച വീഴില്ലല്ലോ അവിടെ. അപ്പോൾ പാലത്തിനടിയിലൊരു സിഗ്നൽ കാണാൻ പറ്റുമെന്ന് അറിയില്ല. പാലത്തിനടിയിലൊരു സിഗ്നലുണ്ട്, സിഗ്നൽ പച്ചയാണ്, അതൊരു ഗേറ്റ് സിഗ്നലാണ്. അപ്പോൾ എന്തായാലും ഇതൊരു ട്രെയിൻ വരുന്നുണ്ട്. വെയിലടിക്കുന്നുണ്ട്, ഒരു ചൂടുണ്ട്, തണുപ്പ് ഫീലിംഗ് ഒന്നുമില്ല. ഇതിപ്പോൾ ക്യാപ്ചർ ചെയ്യുന്നത് ഫെബ്രുവരി 1-ാം തീയതിയാണ്. ഫെബ്രുവരി 1-ാം തീയതി ആയിട്ട് തന്നെ വലിയൊരു തണുപ്പൊന്നും ഫീൽ ചെയ്യാനില്ല. ശരിയാണ്, ഓപ്പോസിറ്റ് ലൈനിൽ ഏതൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അത് ഏതാ വണ്ടി നമുക്കൊന്ന് നോക്കിയേക്കാം. ഒരു വാപ്ഫോർ ഹോളിൻ്റെ ട്രെയിനാണ്, വളരെ പതുക്കെയാണ് വരുന്നത്. ഈ റോഡിൻ്റെ 2223 ആയിരുന്നു ലോക്കോ ട്രെയിൻ. ഇത് കാക്കിനാട ബാംഗ്ലൂർ ശേഷാദ്രി എക്സ്പ്രസ് ആണ്. എനിക്ക് നമ്മുടെ സ്റ്റാർട്ടറായി തോന്നുന്നു. അപ്പോൾ അതിനിടയ്ക്ക് നമ്മുടെ സ്റ്റാർട്ടറായി, നമ്മളും അനങ്ങി തുടങ്ങി. അവിടെയായിരുന്നു വിഴുപ്പുറം ലൈൻ ഒന്ന് ജോയിൻ ചെയ്തത്. നമ്മൾ ജസ്റ്റ് കാട്ട്പാടി സ്റ്റേഷനോട് കയറുന്നു. ഇവിടെ ഒരു J9 ലൈറ്റ് കറങ്ങി കിടക്കുന്നുണ്ട്. 33168 ബിലായി ഷെഡിൻ്റെ ഷണ്ടിങ് ആണ്. ഇവിടെ അത്യാവശ്യം വലിയൊരു ഫ്രൈറ്റ് അൺലോഡിങ് ആടുണ്ട്. നിങ്ങൾക്ക് കാണാം 2-3 ലൈനുണ്ട്, കാരണം അപ്പുറത്തൊരു ലൈനുണ്ട്. മെയിൻ ലൈനിൽ ഏത് ഫ്രൈറ്റർ കിടക്കുന്നുണ്ട്. നമ്മളെന്തായാലും ലൂപ്പിൽ കയറും, നമുക്ക് സ്റ്റോപ്പുണ്ട്. മെയിൻ ലൈനിൽ ഫ്രൈറ്റർ കിടക്കുന്ന സ്ഥിതിക്ക് എന്തായാലും ഇനിയിപ്പോൾ ഓപ്പോസിറ്റ് ലൈനിൽ ട്രെയിൻ വന്നാൽ കാണാനും പറ്റില്ല. അപ്പോൾ എല്ലാവർക്കും വെൽക്കം ടു കാട്ട്പാടി.
അപ്പം നമ്മളങ്ങനെ കാട്ട്പാടി സ്റ്റേഷനിലേക്ക് എത്തി. ആ ഫ്രൈറ്റിൻ്റെ ഇങ്ങേ തലക്കൽ കിടക്കുന്നത് ഒരു വാപ്ഫറ, കപ്പിളിലല്ല, ചുമ്മാ തലക്കൽ കിടക്കുന്നുള്ളൂ കേട്ടോ. അവിടെ പ്ലാറ്റ്ഫോം നമ്പർ 4 ഓഖ രാമേശ്വരം എക്സ്പ്രസ് വരും എന്ന അനൗൺസ്മെൻറ്റ് വരുന്നുണ്ട്. കാണാൻ കഴിയില്ല, കാരണം നമ്മൾ നല്ലോണം ഫ്രണ്ടിൽ പോകും. 734 Oka Rameswaram Express coach position from engine LLRB1 general compartment to നമ്മൾ വളരെ ചെറിയൊരു റേക്കാണ്. സമയം 7:50 തോന്നുന്നു. അതാണ് 58 അറിയില്ല. സമയം 7:58. നമ്മൾ കറക്റ്റ് ടൈമിനാണ്. നമ്മൾ അത്യാവശ്യം ബിഫോർ ആയിരുന്നു. അവിടെ പുറത്ത് വെയിറ്റ് ചെയ്തപ്പോൾ അത് കണക്ക് ശരിയായി. ജസ്റ്റ് നിർത്തി വിട്ടു. ഞാൻ ഒന്ന് ഉള്ളിലോട്ടൊന്ന് കയറിയതായിരുന്നു. ഉള്ളിലോട്ട് കയറിയതും വണ്ടി വിട്ടത്. അപ്പോൾ 8:01. ഈ ഗ്യാപ്പിൽ കൂടെ കാണാം, അപ്പുറത്ത് കൂടെ ഓഖ വരുന്നത്, ഓഖ രാമേശ്വരം കടന്നുപോയി. നമ്മുടെ ട്രെയിനിവിടെ വേറെ സ്റ്റോപ്പ് ബോർഡ് ഉണ്ടായിരുന്നു. നമ്മുടെ ട്രെയിനിലത് വന്ദേ ഭാരതിനായിരുന്നു. എനിക്കൊന്ന് അതിൽ തന്നെ നമ്മുടെ ട്രെയിൻ നിർത്തി കാണും. കാരണം നമ്മുടെ ഒരു ഷോർട്ട് ട്രേക്ക് കാണും. 16 കോച്ചോ അത്ര കണ്ടൊക്കെ തന്നെ ഉള്ളൂ. അപ്പോൾ ഇതാണ് കാട്ട്പാടി ജംഗ്ഷൻ. ഈ വളവ് തിരിഞ്ഞു പോകുന്ന ഇത് കാണുന്നില്ല. ഈ വളവ് തിരിഞ്ഞു പോകുന്ന ലൈനാണ് തിരുപ്പതി ലൈൻ. അത്ര അടുത്താണ് തിരുപ്പതി ലൈൻ. തൊട്ടിപ്പുറത്തായിട്ടൊരു ഫ്രൈറ്റ് ഉണ്ടായിരുന്നു, ഒരു G9 ഹോൾഡ് ഫ്രൈറ്റ് ആയിരുന്നു. ഇതാണ് കാട്ട്പാടി ജംഗ്ഷൻ്റെ ബാക്കി. ഏതോ ഒരു ട്രെയിൻ ഔട്ടർ സിഗ്നൽ വെയിറ്റ് ചെയ്യണ്ടല്ലോ. ഗുവാഹട്ടി ബാംഗ്ലൂർ സ്പെഷ്യലാണെന്ന് തോന്നുന്നു. സ്പെഷ്യലാണോ റെഗുലർ ട്രെയിൻ എന്ന് അറിയുന്നില്ല. കാര്യം ഒരു വൃത്തിയുടെ ബോർഡാണ്. നമ്മളിനിപ്പോൾ 130 km/h ടെറിട്ടറിയിലോട്ടാണ് കയറുന്നത്. അതുകൊണ്ട് എത്രത്തോളം ഡോർ പ്ലേറ്റ് ചെയ്ത് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. ഇപ്പോൾ VITയുടെ ക്യാമ്പസാണ്, വെല്ലൂർ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജിയുടെ ക്യാമ്പസാണ് ഈ കാണുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞുകൊണ്ടിരുന്നത് 130 km/h ടെറിട്ടറിയിലേക്കാണ് നമ്മൾ കയറിയിരിക്കുന്നത്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിലായിട്ട് മറ്റേ ട്രിവാൻഡ്രം ചെന്നൈ സൂപ്പർ ഫാസ്റ്റ് പോയിട്ടുണ്ട്. അതൊരു 10-15 മിനിറ്റോളം ലേറ്റാണത്. നമ്മുടെ തൊട്ട് ഫ്രണ്ടിൽ പോയിട്ടുണ്ട്. അപ്പോൾ 130 km/h ടെറിട്ടറിയുണ്ട്. എത്രത്തോളം ഇവിടെ ഡോറിൽ നിന്ന് വീഡിയോ എടുക്കാൻ പറ്റുമെന്ന് എനിക്കറിയില്ല. കഴിയുന്ന പോലെയൊക്കെ ഞാൻ ക്യാപ്ചർ ചെയ്യാം. നിൽക്കുന്നുണ്ട് കേട്ടോ. ഇനി പിന്നെ മഴ വല്ലതും പെയ്യുമെന്ന് അറിയില്ല. ഇന്നാണെങ്കിൽ കുറച്ച് ഒഫീഷ്യൽ വർക്കുണ്ട്. മഴയൊന്നും പെയ്ത് കുളമാക്കാണ്ടിരുന്ന മതിയായിരുന്നു.
സ്റ്റേഷനിലെത്തി. ഇത് ഗോവ എക്സ്പ്രസ് ആയിരിക്കണം. പൊന്നൈ നദിയാണ് കഴിഞ്ഞത്. അപ്പോൾ ഗോവ എക്സ്പ്രസ് പൊന്നൈ നദി കടക്കാനുള്ള സ്പീഡ് റെസ്ട്രിക്ഷനിലായിരുന്നു. ഇത് കഴിഞ്ഞുകൊണ്ട് നമ്മൾ മുകുന്ദരായപുരം സ്റ്റേഷൻ കിടക്കും. ഇവിടെ പാസഞ്ചർ ട്രെയിൻ വരാണ്ട് തോന്നുന്നു. അവിടെ കുറച്ച് പേര് കയറാനിരിക്കുന്നുണ്ടായിരുന്നു. ബ്രേക്ക്ഫാസ്റ്റ് വന്നിട്ടുണ്ട്. ബാക്കിൽ നല്ല ബാക്ക്ഗ്രൗണ്ട്. ഇതാണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ്. ആ സൈഡിലിരിക്കുന്ന സമോസ പുറത്തുനിന്ന് മേടിച്ചാണ്. ഈ ട്രെയിലുള്ളതാണ് നമ്മുടെ ട്രെയിനിലുള്ള ഫുഡ്. കോയമ്പത്തൂർക്കുള്ള ശതാബ്ദിയായിരുന്നു പോയത്. എനിക്ക് നമ്മളിപ്പോൾ 1:30 എത്തി തോന്നുന്നു. നമ്മളിപ്പോൾ 1:30 KMH ആയിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. കാണില്ല. ഇതിനകത്ത് എന്തൊക്കെയല്ല നോക്കാം. ഇങ്ങനത്തെ ആദ്യമുള്ളതൊരു മാംഗോ ഡ്രിങ്കാണ്, ഒരു ടെട്രാ പാക്ക്, പിന്നെ വടയാണ്, പിന്നുള്ളത് സാമ്പാറും പൊങ്കലും. പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് ഇട്ട് വന്നിരിക്കുന്നത് പൊങ്കലാണ്. ക്വാണ്ടിറ്റി തീരെ ചെറുതല്ലേ എന്നെനിക്കൊരു സംശയം. 150 ഗ്രാമാണ് ഭക്ഷണം. പൊങ്കൽ ഒട്ടിച്ചിട്ടുണ്ടെങ്കിൽ ഇത് സംഭവം ഉപ്പുമാവാണ്, പൊങ്കലല്ല, ഉപ്പുമാവാണിത്. പിന്നുള്ളത് ഇതിനകത്തുള്ളത് അപ്പോൾ ഫുൾ അൺബോക്സ് ചെയ്ത് എങ്ങനെ ഉണ്ടാവും. ചട്നി, സാമ്പാർ, ഉപ്പുമാവ്, വട, ഇത് അടുത്ത ചായക്കുള്ള സാധനങ്ങൾ, പിന്നെ മാംഗോ ഡ്രിങ്ക്. ഇതാണ് നമ്മുടെ ടോട്ടൽ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത്. നമ്മളങ്ങനെ 125, 130 ഇങ്ങനെ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. അതിനിടയ്ക്ക് ഒരു ട്വിൻ G9 ഹോൾഡ് ഫ്രൈറ്റർ ഓട്ടയ്ക്ക്. അതിനിടയ്ക്ക് ചായ ഉണ്ടാക്കാനുള്ള വെള്ളം കൊണ്ട് തന്നിട്ട് വരുന്നത് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞിട്ടില്ല. ചിലപ്പോൾ ഇടയ്ക്ക് ചായ ഉണ്ടാക്കിയില്ലെങ്കിൽ അത് തണുക്കും ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് പിന്നെ ഇതും ട്വിൻ G9 ഹോൾഡ് ചിത്തേരി സ്റ്റേഷൻ. ഇപ്പോൾ നമ്മൾ അരക്കോണം ഏതോ ഒരു ട്രെയിനാണ് ഈ പോകുന്നതാണ്. കാഞ്ചീപുരത്തേക്കുള്ള ലൈന് പെട്ടെന്ന് 30712 ഈ റോഡിൻ്റെ ഓപ്പോസിറ്റ് തന്നെയാണ് ഹംസഫർ എക്സ്പ്രസ്. ഭുവനേശ്വർ SMAT ബംഗളൂരു ഹംസഫർ എക്സ്പ്രസ് ആണ് ട്രെയിൻ. ഇതിപ്പോൾ ജസ്റ്റ് മേൽപ്പാക്കം ക്യാബിനിൽ നിന്ന് ഇറങ്ങി വരികയാണ്. മേൽപ്പാക്കം ക്യാബിൻ സൈഡിൽ നിന്ന് ഇറങ്ങി വരികയാണ്. അതുകൊണ്ടാണിത് നിർത്തിയത്. ലെഫ്റ്റ് സൈഡിലാണ് ക്യാബിന്. നമുക്കൊന്ന് പെട്ടെന്ന് ലെഫ്റ്റ് സൈഡിലെ കാഴ്ചകൾ കണ്ടേക്കാം. റേക്ക് ജസ്റ്റ് പാസ്സായി, അല്ലെങ്കിൽ നമുക്ക് കാണാമായിരുന്നു പാസ്സാവുന്നത്. നമ്മൾ നിൽക്കുന്ന സിഗ്നലിന് ലെഫ്റ്റ് സൈഡിൽ ഒരു സിഗ്നലും കാണുന്നില്ലേ, അവിടെയാണ് മേൽപ്പാക്കം ക്യാബിനും.
ഇതാണ് മേൽപ്പാക്കം യാർഡ്. ഇവിടെ നേരത്തെ പറഞ്ഞിട്ടുണ്ട് ഹുണ്ടായി കാറുകളുടെ ലോഡിങ് ഇവിടെ തന്നെയാണ്. അതായത് ലോഡ് ചെയ്യാനുള്ള വാഗൺസാണ് ഈ കാണുന്നത്. അപ്പോൾ അങ്ങനെ ഹംസഫർ പോകുന്നു. ഈ കാണുന്ന വെയിറ്റ് കണ്ടില്ലേ, ഈ കാണുന്ന സാധനം, ഈ വെയിറ്റ് ഒരു കൗണ്ടർ വെയിറ്റ് ആണ്. അതായത് ഇത് മുകളിൽ വയറിലേക്കാണ് കണക്ട് ചെയ്തിരിക്കുന്നത്. കണ്ടോ, മുകളിൽ OHയിലേക്ക് കണക്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ ഈ OH വലിച്ചു പിടിക്കുന്ന വെയിറ്റാണിത്. കാര്യം ഈ OHയിലുള്ള ഈ വയറെന്ന് പറയുന്ന സാധനം ചൂടുകാലമാകുമ്പോൾ വികസിക്കുകയും തണുപ്പ് കാലമാകുമ്പോൾ കോൺട്രാക്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അത് വികസിക്കുന്ന സമയത്ത് എന്ത് പറ്റും, ഈ വികസിക്കുന്ന സമയത്ത് ഈ മുകളിൽ കോപ്പർ വയർ, ഈ കാണുന്ന കോപ്പർ വയർ തൂങ്ങിങ് വരും. അപ്പോൾ അങ്ങനെ തൂങ്ങി വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ട്രെയിൻ ഓടുമ്പോൾ അതിൻ്റെ പാൻറ്റോഗ്രാഫ് തട്ടിയത് പൊട്ടിപ്പോകും. അത് അവോയ്ഡ് ചെയ്യാൻ വേണ്ടിയാണ് ഈ കൗണ്ടർ വെയിറ്റ്. ഈ കൗണ്ടർ വെയിറ്റ് എന്ത് ചെയ്യാൻ വലിച്ചു പിടിക്കും. തണുപ്പ് കാലം അത് ചുരുങ്ങുമ്പോൾ ഈ വെയിറ്റ് അങ്ങ് പൊങ്ങിപ്പോകും. അങ്ങനെയാണ് ഇതിൻ്റെ ടെൻഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ഇറ്റ് ഇസ് ഓൾസോ കോൾഡ് ആസ് ആൻ OHE പ്രീ ടെൻഷനർ. അപ്പോൾ അങ്ങനെ ഭുവനേശ്വർ SMVT ഹംസഫർ എക്സ്പ്രസ് കടന്നുപോയി. നേരത്തെ കാണിച്ച് ഇടത്തോട്ട് പോകുന്ന ലൈനാണ് കാഞ്ചീപുരത്തേക്ക് പോകുന്ന ലൈന്. കാഞ്ചീപുരം വഴി നേരെ ചെങ്കൽപ്പെട്ട് പോയി കയറും. സിംഗിൾ ലൈനാണ്. ആ ലൈൻ വഴി നമ്മളൊരു യാത്ര ചെയ്തിട്ടുണ്ടായിരുന്നു ഇതിനു മുമ്പ്. ആ വീഡിയോ കണ്ടിട്ടില്ലാത്തവർ കാണുക. നല്ലൊരു ബ്യൂട്ടിഫുൾ ലൈനാണത്. നമ്മളിപ്പോൾ ജസ്റ്റ് അരക്കോണം സ്റ്റേഷനിലേക്ക് കയറും. നമുക്ക് അവിടെ സ്റ്റോപ്പില്ല. അപ്പോൾ നമ്മൾ ജസ്റ്റ് റൺ ത്രൂ നടത്തുന്നുണ്ടാവുള്ളൂ. ഇപ്പോഴത്തെ മെയിൻ ലൈനിൽ വേറെ ഏതൊരു ട്രെയിൻ അപ്പുറത്ത് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ഇവിടെ ഈ ലെഫ്റ്റ് സൈഡിൽ കാട് പിടിച്ച് കിടക്കുന്നതിനകത്താണ് മേൽപ്പാക്കം ക്യാബിൻ ഇരിക്കുന്നത്. ലെഫ്റ്റിലോട്ട് പോകുന്ന ലൈനുകൾ കാണാം. അത് തിരുപ്പതി ഭാഗത്തേക്ക് പോകുന്ന ലൈനുകളാണ്. അപ്പോൾ ആ ലൈൻ വഴിയാണ് ഭുവനേശ്വർ ട്രെയിൻ ഇപ്പോൾ ഓടി വന്നത്. ഈ കാണുന്നതാണ് മേൽപ്പാക്കം, അതർവൈസ് അരക്കോണം വെസ്റ്റ് ക്യാബിൻ. ഈ കാണുന്നതാണ് തിരുപ്പതി ഭാഗത്തേക്ക് പോകുന്ന റെയിൽവേ ലൈനുകൾ. ഈ ലൈൻ വഴി നമ്മളൊരു യാത്ര ചെയ്തിരുന്നു. വളരെ പെട്ടെന്ന് അപ്പുറത്തെ സൈഡിൽ കാണുന്ന ട്രെയിൻ ആകുന്നു ശേഷം വരാം. റോയപ്പുരത്തിൻ്റെ 37114. ഇത് ബാംഗ്ലൂർക്ക് വന്ന ബൃന്ദാവൻ എക്സ്പ്രസ് ആണ്. ഇപ്പുറത്തെ സൈഡിൽ തിരുപ്പതിയിൽ നിന്ന് ചെന്നൈ ഭാഗത്തേക്കുള്ള ലൈനുകളൊന്ന് ജോയിൻ ചെയ്തായിരുന്നു. ഇതൊക്കെ നേരത്തെ പല വീഡിയോസിൽ കാണിച്ചിട്ടുണ്ട്, അതുകൊണ്ട് റിപ്പീറ്റ് ചെയ്യാത്തത്. നമ്മൾ ജസ്റ്റ് അരക്കോണം യാർഡിലേക്ക് കയറാണ്. അരക്കോണത്ത് നമുക്ക് സ്കെഡ്യൂൾഡ് ഹോൾട്ടില്ല. ഇന്നിപ്പോൾ നിർത്തുമോ അതോ നമ്മൾ നോൺ സ്റ്റോപ്പ് റൺ ത്രൂ ആവുമോ എന്നുള്ളത് നമുക്ക് കണ്ടറിയാം. തൊണ്ടയാർപേട്ട ആൽക്കോ 16861. ആ കിടക്കുന്ന കുഞ്ഞു സാധനം കണ്ടോ, 2 EMU പവർ കാറുകൾ. ഇത് ബാറ്ററി ഓപ്പറേറ്റഡ് OHE ഇൻസ്പെക്ഷൻ കാറാണ്. കുറേ കാലം ആവടിയിൽ പൊടിയൊക്കെ പെട്ട് കിടക്കുമായിരുന്നു. ഇപ്പം ഇങ്ങ് വന്നു. അങ്ങനെ അരക്കോണം ജംഗ്ഷനിൽ കയറി നിർത്തുന്നില്ല എന്ന് തോന്നുന്നു. എറണാകുളത്തിൻ്റെ ഒരു ആൽക്കോടെ കിടക്കുന്നുണ്ട് 16853. ഫ്രൈറ്റ് വല്ലതും കൊണ്ടുവന്നായിരിക്കും. അല്ലെങ്കിൽ ഇനിയിപ്പോൾ തൊണ്ടയാർപേട്ടിലേക്ക് ട്രാൻസ്ഫർ ആയോന്നും അറിയില്ല. സ്പീഡ് കുറച്ചൊന്ന് നിർത്താൻ പോകണമെന്ന് തോന്നുന്നു. Local platform number 4. Train number 43414 Arakkoram, Chennai Central. Local will be stopping from platform number 4. பயணிகள் கவனத்திற்கு வண்டி எண் 43414 Arakkoram, Chennai Central.
അരക്കോണം സ്റ്റേഷനിലെ മറ്റേ സൈഡിലെ പ്ലാറ്റ്ഫോം. നമ്മൾ ഈ പ്ലാറ്റ്ഫോമിൽ ഒരുപാട് പ്രാവശ്യം വന്ന് നിൽക്കുകയും ഡിപ്പാർട്ടിയൊക്കെ ചെയ്തിട്ടുണ്ട്. ജസ്റ്റ് അരക്കോണത്തുനിന്ന് പുറപ്പെട്ടു. അകത്ത് ബർത്തിലിരിക്കുന്ന സമയത്തായിരുന്നു പുറപ്പെട്ടത്. നമ്മൾ നേരെ ഫാസ്റ്റ് ലൈനിൽ കയറാൻ നോക്കും. അങ്ങനെ അരക്കോണം കഴിഞ്ഞു. ഇനിയിപ്പോൾ നമ്മുടെ നെക്സ്റ്റ് സ്റ്റോപ്പ് എന്ന് പറയുന്നത്, ഇപ്പോൾ അരക്കോണം നമുക്ക് സ്റ്റോപ്പ് ആയിരുന്നില്ല, നമ്മൾ ഏകദേശം ഒരു 10 മിനിറ്റോളം അരക്കോണത്ത് കിടന്നു. ഇനിയിപ്പോൾ നമ്മുടെ അടുത്ത സ്റ്റോപ്പ് എന്ന് പറയുന്നത് ചെന്നൈ സെൻട്രലാണ്. അരക്കോണം ഷെഡിലേക്ക് പോകുന്ന ലൈൻ കാണാം. നമ്മൾ ജസ്റ്റ് പുറത്തോട്ട് ഇറങ്ങിയിട്ടേ ഉള്ളൂ. പ്രതീക്ഷ പോലെ തന്നെ നമ്മൾ നേരെ ഫാസ്റ്റ് ലൈനിലേക്ക് കയറുക. ഇതാണ് അരക്കോണം ഇലക്ട്രിക് ലോക്കോ ഷെഡ്. അവിടെ സൈഡിലെ ട്രാക്കിൻ്റെ സൈഡിലെ കാടൊക്കെ വൃത്തിയാക്കിയിട്ടുണ്ട്. ഇനി അവിടെ ഒരു ലൈനും കൂടെ വരാൻ പോകണമെന്ന് തോന്നുന്നു. അത് ജസ്റ്റ് ക്ലീനിങ് മാത്രം ചെയ്താണോന്ന് അറിയില്ല. 2 പുത്തൻ ലോക്കോസാണ് അതിനകത്ത് ഇറക്കുന്നത്. അത് ജസ്റ്റ് പെയിൻറ്റിങ് ചെയ്യാണോന്ന് മനസ്സിലാവുന്നില്ല. G9s 2 അകത്തിരുന്ന് എവിടെ എത്തിയെന്ന് തിരിച്ചറിയുമ്പോഴേക്കും ട്രെയിനിൻ്റെ പെരമ്പൂർ എത്തിക്കഴിഞ്ഞു. പെരമ്പൂർ പോസ്റ്റ് വർക്ക്സ് കഴിഞ്ഞു. നമ്മൾ ഏകദേശം അരക്കോണം മുതൽ തിരുവള്ളൂർ ഒരു സ്ലോ ഡൗൺ ഉണ്ടായിരുന്നു. അതൊഴികെ ബാക്കിയെല്ലാം നമ്മൾ വിട്ടിങ് വന്നു. പെരമ്പൂർ കാരേജ് വർക്ക്സായി. അപ്പോൾ നമ്മൾ വിട്ടിങ് വരികയായിരുന്നു. വേറെ എവിടെ നമ്മൾ സ്ലോ ഡൗൺ പോലും ചെയ്യേണ്ടി വന്നിട്ടില്ല. വിട്ടിങ് വന്നു. അതുകൊണ്ട് തന്നെ വളരെ പെട്ടെന്ന് എത്തിയുള്ളൂ. നമ്മൾ സമയം 9:45 ആയിട്ടേ ഉള്ളൂ. 9:48 ആയിട്ടേ ഉള്ളൂ. 10:25 നമ്മുടെ സെൻട്രൽ അറൈവൽ ടൈം. പുറത്ത് പിടിച്ചു നിർത്തും അതോട്ട് കയറ്റുമെന്നുള്ള കണ്ടറിയാം. ചെന്നൈ സെൻട്രലിലേക്ക് പോകുന്ന മെമോ ആണ്. നമ്മളിപ്പോൾ പെരമ്പൂർ എത്തി. പെരമ്പൂർ നമുക്ക് സ്റ്റോപ്പില്ല. സ്റ്റോപ്പുള്ള ഏതോ വണ്ടി വരാനുണ്ടെന്ന് തോന്നി. യാത്രക്കാർ വെയിറ്റ് ചെയ്യുന്നുണ്ട്. ചെന്നൈയുടെ കൺജസ്റ്റഡ് പോർഷൻസിലേക്ക് നമ്മളിത് എത്തിയിരിക്കുകയാണ്. അടുത്തടുത്താണ് വീടുകൾ. പിന്നെ അപ്പാർട്ട്മെൻറ്റ് കോംപ്ലക്സുകളുണ്ട്. നല്ല മേഘങ്ങളുണ്ടെന്ന് നല്ലോണം മൂടിയിട്ടുണ്ട്. മഴ പെയ്യരുതെന്ന് ഒറ്റ പ്രാർത്ഥനയുള്ളൂ. ട്രെയിനുള്ളിലിരിക്കുന്ന സമയത്ത് മഴ പെയ്താൽ കുഴപ്പമില്ല. പക്ഷെ നമ്മൾ പുറത്ത് പണിക്ക് പോകുന്ന സമയത്ത് മഴ പെയ്ത് കഴിഞ്ഞാൽ ഭയങ്കര ബുദ്ധിമുട്ടാവും. വെയിലുണ്ട്, അതാണ് ഒരു ചെറിയ പ്രതീക്ഷ. നമ്മൾ ജസ്റ്റ് വ്യാസർപാടി ജീവ സ്റ്റേഷനിലേക്ക് എത്തി. ഓഫ് കോഴ്സ് സ്റ്റോപ്പൊന്നുമില്ല. സ്റ്റേഷൻ തന്നെ ഇല്ല ഇവിടെ. സ്റ്റേഷൻ അപ്പുറത്തെ ലൈനില്ല. നമ്മുടെ ലൈനിൽ സ്റ്റേഷനൊന്നുമില്ല. നമ്മൾ ജസ്റ്റ്
അവിടെ സിഗ്നലിന് വേണ്ടി നിർത്തുമായിരിക്കും. കാര്യം അപ്പുറത്തെ ലൈനിൽ പച്ച കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് എന്തായാലും നിർത്താണ്ട് പോകാൻ പറ്റത്തില്ല. അവൻ്റെ സിഗ്നൽ ക്യാൻസൽ ചെയ്തിട്ടായിരിക്കുമല്ലോ നമുക്കിനി സിഗ്നൽ വരേണ്ടത്. എനിക്ക് 4 ലൈനിൽ ബീച്ചിലേക്കുള്ള EMU വരും തോന്നുന്നു. ബീച്ചിലേക്കുള്ള EMU അല്ല, സെൻട്രലിലേക്കുള്ള മെമു കയറി വരുന്നുണ്ട്. അതിലിപ്പുറത്തെ സൈഡിൽ തിരക്ക് കണ്ടോ. ഇന്നൊരു വർക്കിംഗ് ഡേ ആണ്. ഇന്ന് വ്യാഴാഴ്ചയാണ്. സർക്കസ് കളിക്കാൻ വേണ്ടി നിൽക്കുന്ന പിള്ളേരാണ് കൂടുതലെന്ന് തോന്നുന്നു. മെമു നിർത്തിയിട്ട് പോയി. ഓപ്പോസിറ്റ് ആയാലും ഗുഡൂർ സൈഡിൽ നിന്നൊരു ട്രെയിൻ വരുന്നുണ്ട്. അപ്പോൾ അവൻ പാസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ വെയിറ്റ് ചെയ്യുന്നത്. കാരണം മെമു റൈറ്റിലോട്ട് തിരിഞ്ഞ് പോകുന്നതുകൊണ്ടാണ്. അതാണ് ചെന്നൈ സെൻട്രലിലേക്കുള്ള ലൈൻ. നമ്മളും ഫൈനലി ആ ലൈനിലോട്ടാണ് പോകേണ്ടത്. ആ ട്രെയിൻ ഓപ്പോസിറ്റ് ലൈനിലുള്ള വാപ്പ് 7 കയറി വരുന്നത് ഗുഡൂർ സൈഡിൽ നിന്നുള്ളതാണ്. അതായത് കുറുക്കുപ്പേട്ട് സൈഡിൽ നിന്നാണ് വരുന്നത്. ഗുഡൂർ ലൈനിലാണ് കുറുക്കുപ്പേട്ട്. നമ്മളിവിടെ വ്യാസർപാടി ജീവ എന്ന് പറയുന്ന പോലെ ഗുഡൂർ ലൈനിൽ കുറുക്കുപ്പേട്ട്. ചെന്നൈ സെൻട്രൽ ലൈനിലോട്ട് പോയി കഴിഞ്ഞാൽ ബേസിൻ ബ്രിഡ്ജും പിന്നെ ഓപ്പോസിറ്റ് സൈഡിലോട്ട്, അതായത് ടുവേർഡ്സ് ബീച്ച് പോയി കഴിഞ്ഞാൽ വാഷർമാൻ പേട്ടുമാണുള്ളത്. ആ 4 പേരാണ് ഈ ട്രയാങ്കിളിൻ്റെ ഓപ്പോസിറ്റ് എൻഡ്സ്. ട്രയാങ്കിൾ എന്ന് പറയാൻ പറ്റില്ല, ഒരു ഡയമണ്ട് എന്ന് വേണമെങ്കിൽ പറയാം. ഈ ഡയമണ്ടിൻ്റെ 4 എൻഡ്സ് എന്ന് പറയുന്നത് ഇവരൊക്കെയാണ്: വ്യാസർപാടി ജീവ, കുറുക്കുപ്പേട്ട്, വാഷർമാൻ പേട്ടും ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനും. ഇവിടുന്ന് മെമു പോയതേ ഉള്ളൂ. അപ്പോൾ ഇതിൻ്റെ അടുത്ത സാധനം വന്നു കഴിഞ്ഞു. ലോക്കൽ ട്രെയിന് ഒരു EMU ആണ്. ഇത് കയറി വരുന്നുണ്ട്. കാക്കടൊക്കെ പറത്തി വിട്ട് വരുന്നുണ്ടോ. അതും ചെന്നൈ സെൻട്രലിലേക്കുള്ള EMU ആണ്. റോയപുരത്തിൻ്റെ വാപ്പ് 7 30392. പട്ന എറണാകുളം എക്സ്പ്രസ് ആണ്. 22670. എന്താ അവസ്ഥ. ഇതിൽ ഏതാ സ്ലീപ്പർ ഏതാ ജനറൽ തിരിച്ചറിയാൻ വയ്യ കേട്ടോ. സ്ലീപ്പറിനകത്ത് ഒരു ബർത്തിൽ 2 പേരെ കിടക്കുന്നുണ്ട്. പിന്നെ വാതിലിൻ്റെ അവിടെയൊക്കെ പറയണ്ട തിരക്കിൻ്റെ അവസ്ഥ. ഈ ട്രെയിനുകളിൽ യാത്ര ചെയ്യണമെന്നുണ്ടെങ്കിൽ ദയവായി AC-യിൽ യാത്ര ചെയ്യാം. നമുക്ക് സെൻട്രലിലേക്ക് വരികയാണുള്ള സിഗ്നലായി. വ്യാസർപാടി ക്യാബിൻ നമ്മൾ ക്ലിയർ ചെയ്തു. വ്യാസർപാടി ക്യാബിൻ നമ്മൾ ക്ലിയർ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ നേരെ റൈറ്റ് എടുത്ത് സെൻട്രലിന് അങ്ങോട്ട് പോകും. അതായത് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷന് അങ്ങോട്ട് പോകും. അവിടെ നിന്ന് അങ്ങോട്ട് സെൻട്രലിലേക്കും പോകും. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിലെ ഭാഗത്തേക്ക് തിരിഞ്ഞു. ബേസിൻ ബ്രിഡ്ജ് ലൈൻ കയറി.
നമുക്ക് ഡബിൾ മഞ്ഞാണ്. അപ്പോൾ ബേസിൻ ബ്രിഡ്ജ് ഔട്ടർ മിക്കവാറും റെഡായിരിക്കും. അപ്പോൾ സമയം കൃത്യം 10 മണി. അടുത്ത 3 കിലോമീറ്റർ ഓടാൻ നമ്മുടെ 25 മിനിറ്റ് ഉണ്ട്. നേരത്തെ എത്തിയാൽ വളരെ സന്തോഷം. ഇല്ല, നമ്മുടെ അടുത്ത സിഗ്നൽ പച്ചയായി. നേരത്തെ എത്തിയാൽ വളരെ സന്തോഷം. കാരണം എനിക്ക് എൻ്റെ പണി തീർത്ത് ഒരു വളരെ ചെറിയൊരു ഒഫീഷ്യൽ വർക്കിന്, ഒരു 1.5 മണിക്കൂറിന് ഒഫീഷ്യൽ വർക്കിന് വേണ്ടിയാണ് ഈ ദൂരം മുഴുവൻ യാത്ര ചെയ്ത് വന്നത്. അപ്പോൾ വേഗം തീർന്നു കിട്ടി കഴിഞ്ഞാൽ അത്രയും സന്തോഷം. കാരണം തിരിച്ച് സെൻട്രൽ സ്റ്റേഷനിൽ വന്നിട്ട് വൈകുന്നേരം ട്രെയിൻ പിടിക്കാനുള്ളത്, വൈകുന്നേരം 5:30 ഒരു ട്രെയിൻ പിടിക്കാനുള്ളത്. ഇവിടെ ഈ കൾവേർട്ടിൻ്റെ പണി നടക്കുമ്പോൾ കുറേ കാലമായിട്ട് സ്പീഡ് റെസ്ട്രിക്ഷൻ ഉണ്ടായിരുന്നു. പണി കംപ്ലീറ്റ് ആയി തോന്നുന്നു ഇപ്പോൾ ഫൈനലി. നമ്മൾ ജസ്റ്റ് ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷൻ സ്റ്റേഷനോട് കയറുകയാണ്. ഹോം സിഗ്നൽ പച്ചയായിരുന്ന സ്ഥിതിക്ക് സ്റ്റാർട്ടർ പച്ചയിലെ മഞ്ഞയായിരിക്കണമല്ലോ. ഡബിൾ ആമ്പറാണ്. അപ്പോൾ നമുക്ക് നേരെ പോവാം. ആ മൂടൽ കണ്ടോ? ഇത് ബേസിൻ ബ്രിഡ്ജിലെ ആ ഒരു അമ്പലമാണ്. ആ പുറകോട്ടുള്ള മൂടലുണ്ടോ? ദൈവമേ, മഴ പെയ്യല്ലേ ഇന്ന്. തിരുപ്പതിയിലോട്ടുള്ള എക്സ്പ്രസ് സ്പെഷ്യലാണിത്. ഈ കാലാവസ്ഥ കണ്ടിട്ട് സത്യം പറഞ്ഞാൽ പേടിയാണ്. ബേസിൻ ബ്രിഡ്ജ് യാർഡ്. ഇവിടെ വന്ദേ ഭാരത് ഒന്നും കാണാനില്ല. വന്ദേ ഭാരതിന് എല്ലാം ഇപ്പോൾ പണിയെടുപ്പിക്കുകയാണ് ഇവർ. എല്ലാ വന്ദേ ഭാരതിലും പിടിച്ച് പണിയെടുപ്പിക്കുകയാണ്. അതായത് വെറുതെ വിടാൻ സമ്മതിക്കുന്നില്ല. ഒന്നുമില്ലെങ്കിൽ സ്പെഷ്യൽ ഓടാൻ പറയുകയാണ്. അവിടെ മൈസൂർ ശതാബ്ദിയുടെ റേക്ക് കിടക്കുന്നുണ്ട്. ഗ്രീൻ ഫ്യൂവലിൽ ഓടുന്ന 11008 WDM7 കിടക്കുന്നുണ്ട്. നമ്മളത് ജസ്റ്റ് സ്റ്റേഷനോട് കയറാൻ പോകണം. ഇപ്പുറത്തോട്ടുള്ള ലൈനിലോട്ട് കയറാണ്. കാര്യം ഇത് ഇവിടുത്തെ റേക്കാണ്. എന്താ പറയുക, ബേസിൻ ബ്രിഡ്ജ് ജംഗ്ഷനിലെ റേക്കാണ്. ഇന്നത് മെയിൻ്റനൻസിന് പോകും. കാര്യം റേക്ക് ഇന്ന് റിട്ടേൺ ഇല്ല. ഇത് ബൈ വീക്ക്ലി സർവീസാണല്ലോ. അപ്പോൾ ഇന്ന് റിട്ടേൺ ഇല്ല. ഇന്ന് ഈ റേക്ക് മെയിൻ്റനൻസിന് പോയിട്ട് നാളെ വൈകുന്നേരമാണ് തിരുവനന്തപുരത്തേക്ക് പോവുക. അപ്പോൾ മെയിൻ്റനൻസ് പോയതുകൊണ്ട് മിക്കവാറും ഇങ്ങനെ അറ്റത്തല്ല ഏതെങ്കിലും പ്ലാറ്റ്ഫോമിൽ പോയി കഴിഞ്ഞാൽ നേരെ അവർക്ക് എന്താ പറയുക, യാർഡിലേക്ക് ഷണ്ട് ചെയ്യാൻ എളുപ്പമായിരിക്കും. മീൻമേൽ ഇതാണ് സബർബൻ സൈഡിലോട്ട് പോകുന്ന ലൈനുകൾ. നമ്മളതിന് മുമ്പ് കണ്ടിട്ടുള്ളതാണ്. ജസ്റ്റ് ഒന്നും കൂടി കാണിച്ചു എന്ന് മാത്രം. അവിടെ സൈഡിങ്ങിലൊരു EMU സ്പെയർ കിടക്കുന്നത് കാണാം. നമ്മൾ ജസ്റ്റ് വളഞ്ഞ് സ്റ്റേഷനിലോട്ട് കയറുകയാണ്. ഈ റൈറ്റ് സൈഡിൽ ഈ കിടക്കുന്ന ഈ വലിയ സാധനമാണ് ബക്കിംഗ്ഹാം കനാൽ. കൂവമാറിയിൽ നിന്ന് വരുന്ന സാധനമാണ്. നമ്മളിങ്ങനെ പോയിൻറ്റ്സ് കടന്ന് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. എവിടെയാണെങ്കിലും പ്ലാറ്റ്ഫോം എൻ്റെ സൈഡിലായിരുന്നെങ്കിൽ വളരെ സന്തോഷമായിരുന്നു. പ്ലാറ്റ്ഫോം 1 or 2 കണ്ടെന്ന് തോന്നുന്നു കേട്ടോ. ഏകദേശം ചെന്നൈ സെൻട്രൽ യാർഡ് മുഴുവൻ കാണാം ഇപ്പോൾ ഇവിടെ.
ഏത് പ്ലാറ്റ്ഫോമിലോട്ടാണോ? നമ്മൾ ജസ്റ്റ് ചെന്നൈ സെൻട്രലിലോട്ട് കയറുകയായി. ഇവിടെ ഏതൊരു ട്രെയിൻ പുറപ്പെടാൻ റെഡി ആയിട്ട് നിൽക്കുന്നുണ്ട്. 30350 റോയപ്പുറത്തിന് തന്നെ വാപ്പ് 7. ഇത് പിന്നെ ലെഫ്റ്റിലോട്ട് പോവാം. പ്ലാറ്റ്ഫോം 1 നമ്മൾ പോകുന്നത്. അഹമ്മദാബാദിലേക്കുള്ള നവജീവൻ എക്സ്പ്രസ് ആണിത്. പുരൈച്ചിത് തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ സ്റ്റേഷനിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ആദ്യമായിട്ടാണ് തോന്നുന്നു എൻ്റെ ജീവിതത്തിൽ ഞാൻ പ്ലാറ്റ്ഫോം നമ്പർ 1 അറൈവ് ചെയ്യുന്നത്. 1 നിന്ന് ഡിപ്പാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു മുമ്പ്, പക്ഷേ ആദ്യമായിട്ട് 1 അറൈവ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് പുരൈച്ചിത് തലൈവർ ഡോക്ടർ MG രാമചന്ദ്രൻ സെൻട്രൽ റെയിൽവേ സ്റ്റേഷൻ, ചെന്നൈ. ഞാൻ ഉള്ളിൽ പോയി ബാഗൊക്കെ എടുക്കട്ടെ. അതൊക്കെ എടുത്ത് വന്നിട്ട് നമുക്ക് സമാധാനമായിട്ട് ബാക്കി വിഷ്വൽസൊക്കെ കാണാം. ട്രെയിൻ അങ്ങനെ ഒരുവിധം യാത്രക്കാരൊക്കെ ഇറങ്ങിക്കഴിഞ്ഞു. വണ്ടി കാലിയായി. വണ്ടി ഓൾറെഡി കാലിയായിരുന്നു. 33 ബർത്ത് വേക്കൻ്റ് ആയിരുന്നു. ബാക്കിയും കൂടി ഇപ്പോൾ കാലിയായി. നമുക്ക് പറയാം. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിലെത്തി. ഇനി നമ്മുടെ പതിവ് പരിപാടിയായ ലോക്കോ കാണൽ കഴിഞ്ഞാൽ നമുക്ക് പുറത്തിറങ്ങാം. അപ്പോൾ നമ്മളങ്ങനെ ചെന്നൈ സെൻട്രലിലെത്തി. ഇതാണ് നമ്മുടെ വണ്ടി, AC എക്സ്പ്രസ്, MGR ചെന്നൈ സെൻട്രൽ തിരുവനന്തപുരം. AC എക്സ്പ്രസ് നമ്മൾ വന്ന് ലോക്കോ കൂടി നമുക്ക് ചെക്കൗട്ട് ചെയ്യാം. അപ്പോൾ ഇതായിരുന്നു നമ്മളെ കൊണ്ടുവന്ന ലോക്കോ 39124 റോയപ്പുറത്തിൻ്റെ. ബാക്കിൽ ക്ലോക്ക് ടവർ കാണാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. അവിടെ നിന്ന് ഒരു വ്യൂ കൂടി കണ്ടിട്ട് നമുക്കന്ന് പോകാം. അപ്പോൾ ഇതായിരുന്നു ലോക്കോ 39124 റോയപ്പുറത്തിൻ്റെ. ഇതായിരുന്നു നമ്മൾ ഇത്ര നേരം ഇവിടം വരെ വലിച്ചത്. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ട്രെയിൻ. പ്ലാറ്റ്ഫോം നമ്പർ 1 കിടക്കുന്നു. നമുക്കെന്നാൽ പുറത്തോട്ട് പോകാം. പുറത്തോട്ട് പോകുന്ന വരുമ്പോൾ ചെറിയൊരു പണിയുണ്ട്. കുറച്ച് ബാഗ് ഉണ്ട്. കാര്യം ഇവിടുന്ന് വേറൊരു സ്ഥലത്തേക്ക് പോകുമെന്ന് പറഞ്ഞാണല്ലോ. അപ്പോൾ ഈ ബാഗുകൾ ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെക്കണം. ക്ലോക്ക് റൂമിൽ കൊണ്ടുപോയി വെച്ചിട്ട് വേണം പോകാൻ. ഇതാണ് ചെന്നൈ സെൻട്രലിലെ ബാക്കി രണ്ടാമത്തെ ഹാൾ. നല്ല ഭംഗിയുള്ള ഹാളാണിത്. ഉണ്ടോ? നല്ല അടിപൊളി ഹാളാണ്. നമുക്കിനി ക്ലോക്ക് റൂമിൽ പോയിട്ട് നമ്മുടെ ലഗേജൊക്കെ വെച്ചിട്ട് ബാക്കി പരിപാടിക്ക് പോകാം. ഇവിടെ വെയിറ്റിംഗ് ഏരിയ ഒക്കെ ഉണ്ട്. ഇതൊക്കെ ഞാൻ തിരിച്ചു വരുമ്പോൾ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ നമ്മളിതാ സെൻട്രൽ സ്റ്റേഷനിലെത്തി. ഇതോടുകൂടി നമ്മുടെ യാത്രയോട് അവസാനിക്കുകയാണ്. റെയിൽ കോച്ച് റെസ്റ്റോറൻറ്റ്. നമ്മളിവിടുന്ന് ചെന്നൈ പാർക്കിൽ പോയിട്ട് പാർക്ക് ചെയ്യുന്നൊരു ലോക്കൽ ട്രെയിനിൽ കയറി യാത്ര തുടരും. അപ്പോൾ ബാക്കി വിശേഷങ്ങൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. ഇതാണ് ചെന്നൈ സെൻട്രൽ സ്റ്റേഷൻ, കണ്ടിട്ടില്ലാത്തവർക്കായിട്ട്. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റുകൾ തീർച്ചയായിട്ടും എഴുതുക. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.